കോൺഗ്രസിലെ പുതുമുഖ താരം ശ്രീനാദേവി കുഞ്ഞമ്മ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. അതെ അതെ, കഴിഞ്ഞ ദിവസവും വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തൊക്കെ വളരെ സജീവമായിരുന്നു. എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അവരുടെ സാന്നിധ്യം ആവശ്യപ്പെട്ടിരുന്നു. അവർ പ്രസംഗിക്കാൻ പറഞ്ഞ എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവം എന്ന് ചോദിച്ചാലേ, ആ. ശ്രീനാദേവിയുടെ പേര് അവരംഗമായിരുന്ന റേഷൻ കാർഡിൽ നിന്ന് വെട്ടുകയും ആ കാർഡ് മൊത്തത്തിൽ റദ്ദാക്കുകയും ചെയ്തു. അതുപോലെ പിന്നെ അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേരും റദ്ദാക്കാനുള്ള ഒരു നീക്കമൊക്കെ നടന്നായിരുന്നു. അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസറാണ് ഇതിന് മുൻകൈ എടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. LDF മിനിസ്ട്രിയാണ്, വകുപ്പോൾ CPI ആണല്ലോ. അതിനകത്ത് ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് CPI ശ്രീനാദേവി CPIയിലായിരിക്കുന്ന സമയത്ത് അന്ന് CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന AP ജയൻ്റെ നേതൃത്വത്തിലാണ് ഇവരുടെ പേര് ഈ ഏറത്ത് പഞ്ചായത്തിലെ ഈ അയണിവേലിൽ എന്ന് പറയുന്ന വീട്ടിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ഈ ഉൾപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം അവർ ഈ AP ജയൻ ഈ ശ്രീനാദേവിയുമായിട്ട് പിണങ്ങുന്നതിന് പുറമെ ശ്രീനാദേവി വലിയ പാർട്ടിയെ പിടിച്ചാൽ പിടിവിടത്തില്ല, അങ്ങനത്തെ ആളാണ് ശ്രീനാദേവി. ശ്രീനാദേവി എന്ത് ചെയ്യുന്നു, സംസ്ഥാന നേതൃത്വത്തിന് ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുന്നു. ജില്ലാ നേതൃത്വത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ജയൻ രക്ഷപ്പെടും, കാരണം ജയൻ്റെ കയ്യിലാണ്, ജില്ലാ സെക്രട്ടറിയാണ്. അപ്പം സംസ്ഥാന നേതൃത്വത്തിന് പരാതി കൊടുക്കുന്നു. അന്ന് കാനം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ്. കാനം എന്ത് ചെയ്യുന്നു, ജയനെ തരം താഴ്ത്തും, ബ്രാഞ്ചിലേക്ക് പുള്ളിയെ തരം താഴ്ത്തിയതിനെ തുടർന്ന് പിന്നെ ശ്രീനാദേവിക്ക് നഷ്ടങ്ങളാണ് വരുന്നത്. കാരണം ജയന് നല്ല സ്വാധീനമുണ്ട്. ശരിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, പത്തനംതിട്ട ജില്ലയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകേണ്ട ആളായിരുന്നു ശ്രീനാദേവി. ഒരു വീതം വെച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ LDF. അപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, LDFിൽ അന്ന് ആദ്യ ടേമിൽ CPMനും വൈസ് പ്രസിഡന്റ് സ്ഥാനം CPIക്കുമാണ്. അങ്ങനെ CPMലെ ഓമലൂർ ശങ്കരൻ അവിടെ പ്രസിഡന്റ് ആകുന്നു. രാജീവ് P രാജപ്പൻ എന്ന് പറയുന്ന CPIയുടെ ആനിക്കാട് ഡിവിഷനിൽ നിന്ന് ജയിച്ച രാജീവ് P രാജപ്പൻ വൈസ് പ്രസിഡന്റ് ആകും. അപ്പോൾ പിന്നെ ഈ ഓമല്ലൂർ ശങ്കരൻ്റെ ടൈം കഴിയുമ്പോൾ അടുത്തതായിട്ട് കിട്ടേണ്ടത് CPIയിലെ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കാണ് കിട്ടേണ്ടത്. പക്ഷേ ആ സമയത്താണ് ഈ AP ജയനും ശ്രീനാദേവിയുമായിട്ട് തെറ്റുന്നതും ജയനെ തരം താഴ്ത്തും. പിന്നീട് വലിയ കളികൾ നടക്കുന്നു. ഈ ശ്രീനാദേവിക്ക് കൊടുക്കുന്നില്ല, പ്രസിഡന്റ് സ്ഥാനം CPIക്ക് കിട്ടുന്നു. വീണ്ടും ഈ രാജീവ് P രാജപ്പൻ, വൈസ് പ്രസിഡന്റ് ആയിരുന്നു രാജീവ് P രാജപ്പൻ, എന്ത് ചെയ്യുന്നു, പ്രസിഡന്റ് ആകുന്നു. അങ്ങനെ പോകുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അവർ ഈ പിന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവർ CPIന്ന് രാജിവെക്കുന്നു. പള്ളിക്കൽ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം അത് രാജിവെക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ അവർ കോൺഗ്രസിൽ ചേരുന്നു. അതോടെയാണ് ഈ വാർത്തകളിലേക്ക് ഇവർ വരുന്നത്. അതിനുശേഷം അവരവിടെ കോൺഗ്രസിൽ നിന്ന് ജയിക്കുകയും ചെയ്യും. ചേച്ചിൻ്റെ അന്ന് പോലും തോറ്റു ആദ്യം പ്രചരണം നടത്തിയവരാണ് ഇടതുപക്ഷക്കാർ. അതെ, നമ്മളൊക്കെ അടക്കം ആ ഒരു കെണിയിൽ വീണതാണ്. പക്ഷേ നമ്മൾ തന്നെയാണ് അവരെ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ തന്നെ നമ്മളോട് ഡയറക്റ്റ് പറയുന്നുണ്ട്, ഞാനാണ് ജയിച്ചിരിക്കുന്നത്. അത് തെറ്റായ പ്രചരണം. ഒരു ഘട്ടത്തിൽ പോലും ഇടതുപക്ഷം ജയിച്ചിട്ടില്ല. പക്ഷേ ശ്രീനാദേവി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് മാങ്കൂട്ടത്തിൽ വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടർച്ചയായ അവിഹിത ഗർഭ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീനാദേവിയെ വിളിച്ചൊരു മാധ്യമപ്രവർത്തക ചോദിക്കുന്നു, നിങ്ങൾക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, പ്രോത്സാഹിപ്പിക്കുകയാണ്, ഞങ്ങളിത് പുറത്തു വിടാം. അപ്പം അവരതിനെതിരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചു എന്ന് മാത്രമല്ല, ശ്രീനാദേവി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ വിഷയം എഴുതും. എന്നിട്ട് അവർ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ തുടരെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ശ്രീനാദേവി ഇവരുടെ എല്ലാം കണ്ണിലെ കരടാകുന്നു. പക്ഷേ ശ്രീനാദേവിയെ രാഹുൽ ബ്രിഗേഡ് ബൂസ്റ്റ് ചെയ്യുന്നു. അവർ വലിയ നേതാവായിട്ട് മാറുന്നു. പിന്നീടാണ് ഇവരുടെ ഒരു കാലിബർ എല്ലാവർക്കും മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് കേരളത്തിൽ കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കളിൽ ഏറ്റവും മുൻനിരയിലേക്ക് ശ്രീനാദേവി. അത് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കളിൽ ഇമാതിരി സംസാരിക്കാനും പ്രതിരോധിക്കാനും കഴിവുള്ള സ്ത്രീ നേതാക്കൾ വളരെ കുറവാണ്. ചാനൽ ചർച്ചയിലാണെങ്കിലും പൊതുവേദിയിലാണെങ്കിലും ഒക്കെ തന്നെ കാര്യങ്ങൾ കൃത്യമായി അവർ നല്ല പഠിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. അല്ല വെറുതെ ആൾക്കാരും തർക്കിക്കുകയല്ല, നല്ല ധാരണയോടുകൂടി ചർച്ചയ്ക്ക് വരുന്ന ഒരാളാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. ഈ ചുരുങ്ങിയ കാലം കൊണ്ടാണ്. പക്ഷെ അവരൊരു സീസൺഡ് പൊളിറ്റീഷ്യനാണ്. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അച്ചടക്കമുണ്ട്. പിന്നെ കോൺഗ്രസ്സുകാർക്കില്ലാത്ത ഒരുപാട് ഗുണങ്ങൾ ഇവർക്കുണ്ട്. നല്ല പുസ്തക വായനയുണ്ട്. അവർ സിവിൽ സർവീസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല പുസ്തക വായനയുണ്ട്. അതിലെല്ലാം ഉപരി ഇംഗ്ലീഷിലും മലയാളത്തിലും നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നു, ശ്രീനാദേവിയെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ തോൽപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. അപ്പോൾ അതിന് പിന്നാലെയാണ് ഈ വിഷയം, രാഹുൽ മാങ്കൂട്ടം വിഷയം വരുന്നത്. രാഹുൽ മാങ്കൂട്ടം സപ്പോർട്ട് ചെയ്ത് ഇവർ താരമായിട്ട് ഉദിച്ചുയരുന്നു. വിവിധ വേദികളിൽ ഇവർ തീപ്പൊരി പ്രസംഗമായിട്ട് നിറയുന്നു. അങ്ങനെ ഒരു ടോക്ക് വരുന്നു. എന്താണെന്നറിയാമോ, ആറന്മുളയിലോ ചടയമംഗലത്തിലോ ശ്രീനാദേവി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു ടോക്ക് വരും.
ആ സമയത്താണ് ഇവര് വ്യാജമായി വ്യാജരേഖ കൊടുത്ത് റേഷൻ കാർഡിൽ പേര് ചേർത്തു എന്ന് പറഞ്ഞ് മാത്രമല്ല ഈ സ്ത്രീക്ക് ആ കുടുംബത്തിൽ ഇവർക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള വ്യാപകമായ പ്രചരണം നടത്തിയത്. എങ്ങുന്നോ വന്ന ഒരാൾ അത് അതിനകത്ത് ശരിക്കും ശ്രീനാദേവിയുടെ അമ്മാവന്റെ വീടാണ്. അമ്മാവനും അമ്മാവി അമ്മാവന്റെ പേര് സോമനാഥൻ പിള്ളയും അമ്മാവി യശോദ എസ് പിള്ളയും. ഇവർക്ക് 4 മക്കൾ, ശ്യാംജിത്ത്, സഞ്ജിത്ത്, ശ്രീജിത്ത്, ഇങ്ങനെ 3 എസ് പിള്ളമാരാണ്. അവരുടെ കൂടെ ഒരു ശ്രീപാർവതി എസ് പിള്ള എന്ന് പറഞ്ഞൊരു മകൾ, 4 പേരാണ്. അതിൽ ഈ ആൺപിള്ളേർ 3 പേരും കൂടിയാണ് ശ്രീനാദേവിക്കെതിരെ പരാതി കൊടുക്കും. ഇവിടെ ചിലരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതെ, അവർ പരാതി കൊടുത്തിട്ട് അവർ പറയുന്നത് എന്താണ്, ഇവര് ഞങ്ങളുടെ ആരുമല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരാളില്ല എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതെ അതെ, കൊടുത്തു കഴിഞ്ഞ് ഇവർ വ്യാജരേഖ ചമച്ച് ഇതിൽ ചേർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ താലൂക്ക് സപ്ലൈ ഓഫീസ്, അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസ്, അറിയാമല്ലോ, സപ്ലൈ ഓഫീസർ എന്ന് പറയുന്നത് CPI-ക്കാരുടെ സ്വന്തം ആളാണ്. വകുപ്പ് CPI-ക്കാണല്ലോ, എന്തായാലും ഉറപ്പായല്ലോ. അപ്പോൾ അവരിടപെടുന്നു, താലൂക്ക് സപ്ലൈ ഓഫീസർ ഇടപെടുന്നു. ഇവർ കുറേ ആൾക്കാരെ തെളിവെടുപ്പിന് വിളിക്കുന്നു. ഇവർ ചെന്ന് തെളിവെടുപ്പിന് ഇവർ കുറച്ച് ആൾക്കാരെ കൊടുക്കുന്നു. ഇവർ ഏറത്ത് പഞ്ചായത്ത് 17-ാം വാർഡാണ്. അവിടുത്തെ മുൻ മെമ്പർ സഹിതം വന്ന് ശ്രീനാദേവിയുടെ സ്ഥിരതാമസക്കാരിയാണെന്നുള്ള ഇത് പറയുന്നു. പക്ഷേ വേറെ 2 പേരെ CPI-ക്കാർ കൊണ്ട് കൊടുക്കുന്നു. അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ റേഷൻ കാർഡ് റദ്ദാക്കും. ഈ റേഷൻ കാർഡ് റദ്ദാക്കി ഇവരെ അറിയിക്കുന്നു പോലുമില്ല. തൊട്ട് പിന്നാലെ ഇവരെന്ത് ചെയ്യുന്നു, ഇത് ഇവരുടെ ഇതിൽ നിന്ന് കട്ട് ചെയ്യുകയും ചെയ്യും. ഏതാ വോട്ടേഴ്സ് പട്ടിക കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ ശ്രീനാദേവിയെ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് യുവമാർ പ്രഖ്യാപിക്കും. ഒരു വലിയ സംഘർഷാവസ്ഥയൊക്കെ നിലനിൽക്കുന്ന അവസരത്തിൽ ശ്രീന പോയി അവിടെ കൃത്യമായിട്ട് വോട്ട് ചെയ്തിട്ട് തിരിച്ചും പോകും. അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ശ്രീനാദേവി തന്നെ ഒരു വിവരാവകാശം കൊടുക്കുന്നു ഇതിൻ്റെ സാധുതയെ പറഞ്ഞ്. അപ്പോൾ എന്തോന്നു, ഈ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്ന് വിവരാവകാശം കൊടുക്കുകയാണ്. അവർ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ ഉടമയുടെ അറിവോടെയാണ്. ആ വീടിൻ്റെ ഉടമസ്ഥയായിരുന്ന യശോദ എസ് പിള്ള എന്ന് പറയുന്ന ശ്രീനയുടെ അമ്മാവിയുടെ അറിവോടുകൂടിയാണ് ആ രേഖകൾ. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുക എന്നുള്ള പരിപാടിയാണ് അവിടെ സംഭവിച്ചത്. എന്തായാലും ചെയ്തവനെ കൊണ്ട് തന്നെ അത് മറുപടി അവരെ തന്നെ വാങ്ങി. അപ്പോൾ ഇതെല്ലാം കൃത്യമാണ്. പിന്നെ എങ്ങനെയാണ് ഇവരുടെ പേര് വെട്ടാൻ സാധിക്കുക? അപ്പോൾ പുതിയ അടവുമായിട്ട് രംഗത്ത് വരും. നമ്മൾ ഇന്നലെ കൊടുത്ത ഒരു അവലോകനം ഉണ്ടായിരുന്നു, അസസ്മെന്റ്, ഒരു അനാലിസിസ് കൊടുത്തിരുന്നു ശ്രീനാദേവിയുടെ വിഷയം പറഞ്ഞിട്ട്. അതിനടിയിൽ ഞങ്ങൾ കൊലശ്ശേരി കുടുംബത്തിൽപ്പെട്ടവരാണ്, ഈ അയണിവിള വീട്ടിൽ ആർക്കും ഇതുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് ഒരു കൊലശ്ശേരിൽ family.com gmail.com എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് ഒരു പോസ്റ്റ് കമൻറ്റ് നമ്മുടെ അതിനടിയിൽ വരും. ഈ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് വരും. ഈ കമൻറ്റ് വരുമ്പോൾ ശ്രീനാദേവി എന്നെ വിളിക്കുന്നു. വിളിച്ചിട്ട് എന്നോട് പറയുന്നു, ഇങ്ങനെ ഒരു കുടുംബത്തിൻ്റെ പേരിൽ ഒരു ഇമെയിൽ ID എങ്ങും സൃഷ്ടിച്ചതായിട്ട് എനിക്ക് അറിവില്ല, ഇതെന്തോ വ്യാജനാണ്. അത് പിന്നീട് അവർ തന്നെ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇത് ആരാണെന്ന് മനസ്സിലായി. ഈ പരാതി കൊടുത്ത ആളിൽ ശ്രീജിത്ത് എന്ന് പറയുന്ന ആളാണ് ഈ മെയിൽ ഐ ഡി ഉണ്ടാക്കി ആ പേരിൽ വന്ന് കമൻ്റ് ഇട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അവരുടെ അവകാശവാദം ഇത്രയേ ഉള്ളൂ, ഇയാൾ കൊടുത്ത മറുപടി ശരിയാണ്. ആരാ? താലൂക്ക് സപ്ലൈ ഓഫീസർ കൊടുത്ത മറുപടി ശരിയാണ്. പക്ഷേ അത് വ്യാജരേഖയാണ്. ഏതാ? അതാണ് വ്യാജരേഖ. അതായത് ഈ താലൂക്ക് സപ്ലൈ ഓഫീസർ പറഞ്ഞ, ഈ ശ്രീനാദേവി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, സത്യവാങ്മൂലം, അമ്മാവിയുടെ സത്യവാങ്മൂലം, അത് വ്യാജരേഖയാണ്. അത് വ്യാജരേഖയാണെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് അത് കണ്ടെത്താൻ സാധിക്കില്ല. അതിൻ്റെ വ്യാജരേഖ കണ്ടെത്തേണ്ടത് പോലീസാണ്. പോലീസാണ് ഇതിൻ്റെ ഒറിജിനാലിറ്റി പരിശോധിക്കേണ്ടത്, ഇതിൻ്റെ ഫോറൻസിക് പരിശോധന നടത്തേണ്ടത്. ഇതല്ല. പക്ഷേ ഇതൊന്നും ചെയ്യാതെ താലൂക്ക് സപ്ലൈ ഓഫീസർ ചാടി കയറി ഇവരെ വാക്കും കേട്ട് ഇത് കട്ട് ചെയ്തു. താലൂക്ക് സപ്ലൈ ഓഫീസർമാർ മാത്രമല്ലേ, പോലീസുകാരന്മാർ എത്ര FIR ഇട്ടുണ്ട് നമുക്കെല്ലാം. ആരെങ്കിലും ചുമ്മാ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ FIR ഇടയില്ലേ? നിലവിൽ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അത് അപ്പോഴും ഒരു കഥ കൂടെ ഉണ്ട്. ഈ 4 മക്കളിൽ ഈ ലേഡി, അതായത് ശ്രീപാർവതി പിള്ള, ഈ ശ്രീപാർവതി പിള്ള ശ്രീനയുടെ കൂടാണ്. ഇവരൊന്നിച്ച സിവിൽ സർവീസിന് പഠിച്ചവരാണ്. അവർ 2014 കാലഘട്ടം തൊട്ട്, ശ്രീനയോട് ഞാൻ സംസാരിച്ചു, 2014 കാലം തൊട്ട് ഈ യശോദ എസ് പിള്ളയുടെ വീട്ടിൽ താമസിക്കുന്ന ആൾക്ക്. ഈ മകളും യശോദ എസ് പിള്ളയും മകളും ശ്രീനാദേവിയായിട്ട് അടുത്ത ബന്ധം പെടുത്തി. ഈ മക്കളുമായിട്ട് അവർക്ക് അത്ര അടുപ്പമില്ല, ആൺമക്കളുമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരന്ന് എഴുതി കൊടുത്തതാണ്. അന്ന് ഇത് എഴുതി മേടിച്ചുകൊണ്ട് പോയത് CPI-ക്കാരാണ്.
ഈ 2020 ഈ പേര് ചേർത്തത്. ശ്രീനാഥ് CPI നേതാവാണല്ലോ, സ്ഥാനാർത്ഥിയാക്കണ്ടേ? അതെ, CPI അല്ല, CPIയുടെ യുവജന AIYFന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നായിരുന്നു അവരുടെ ഭാരവാഹിത്വം. അപ്പോൾ അന്നേ അവരെ കൊണ്ടുവന്നല്ല. പക്ഷേ അന്ന് വേറൊരു രസമുണ്ട്. അന്ന് ഈ 2020 ഇവർ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് ഇവർക്കെതിരെ പരാതി കൊടുത്തു. ഇതേ പരാതി. ഈ പരാതി അന്ന് കളക്ടർ തള്ളി. ഇപ്പോൾ ഒരു രസം എന്താണെന്ന് വെച്ചാൽ 2025 അവർ മത്സരിക്കാൻ വരുമ്പോൾ ഇതേ പരാതിയുമായിട്ട് CPI വരുന്നു. പഴയ സ്വന്തം പാർട്ടിക്കാരെയല്ലേ. അപ്പോൾ അത് കളക്ടർ എന്ത് ചെയ്യുന്നു? കളക്ടർ അതും തള്ളുന്നു. അപ്പോൾ എന്താണെങ്കിലും ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രീനാദേവി പണി തുടങ്ങിക്കഴിഞ്ഞു. സപ്ലൈ ഓഫീസർ അടക്കം വഴിക്കും.